ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞതിന് ഇതുപോലെ ഇവിടെ ഇന്ന് ഒരു ഒഴിച്ചുകറിയായിട്ട് എന്തോ ഇങ്ങനെ വെള്ളരിക്ക കൊണ്ട് എന്തോ ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് കാണിക്കാമെന്ന്. അപ്പം അറിയാത്തവരെല്ലാം അത് കണ്ടു നോക്കൂ, അതുപോലെ ചെയ്ത് നോക്കൂ. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും കണ്ടു നോക്കൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ വെള്ളരിക്ക കറി ഉണ്ടാക്കാൻ പോകും. അമ്മ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മാറുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഇതുപോലെ നമ്മൾ നടുവേ ഇങ്ങനെ കട്ട് ചെയ്തിടണം. അപ്പം അമ്മയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അയ്യോ വൃത്തിയായിട്ടല്ല നിൽക്കുന്നത്, എന്നെ പിടിക്കരുത് എൻ്റെ വീഡിയോ കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പച്ചമുളകും അതുപോലെ വെള്ളരിക്കയും നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മളിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം മതി. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. വെച്ചു. അപ്പോൾ ഇനി വേവിച്ചിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അത് വേവാനായിട്ട്. എന്തായാലും ഒരു 10 minutes എടുക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ അതുവരെ പറയുന്നില്ല, ഇങ്ങനെ ചുമ്മാ ഇവിടെയൊക്കെ നടക്കുന്നു. ഇവിടെ ആണെങ്കിൽ അവിടെ ആയിരിക്കുമ്പം ഞാനാണ് അവിടെ എല്ലാം ചെയ്യുന്നത്, ഇവിടെ ആകുമ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒത്തിരി സമയം ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ് ഇവിടെ. കൂടുതലും നമുക്കിപ്പം കുറച്ച് വൈറലായിട്ടുള്ള കുറച്ചൊരു ബുക്കുണ്ടല്ലോ, ഇപ്പോൾ കൂടുതലും റാം കെയർ ഓഫ് ആനന്ദി. അപ്പം ഈ ബുക്ക് ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം വായിച്ചു കഴിഞ്ഞില്ല, പകുതി എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് ഫുള്ള് കഥയൊന്നും പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്തെ ചില മല്ലി കഥാപാത്രമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് നല്ല അതൊക്കെ ആയതേ ഉള്ളൂ. അപ്പം കഥ ഫുള്ള് വായിച്ചു കഴിഞ്ഞില്ല, അങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഫുള്ള് വായിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് ബുക്കെന്ന്. പകുതി എത്തിയതേ ഉള്ളൂ, പക്ഷേ എത്തിയത് വെച്ച് നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നല്ലതാണ്. നമുക്കാണെങ്കിൽ വായിച്ച് തീർക്കാൻ തോന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് പിന്നെ എണീറ്റ് അങ്ങ് പോകും. ഇനിയിപ്പോൾ എനിക്കൊന്ന് 10 minutes ആയെന്ന്. നമുക്കാണെങ്കിൽ ഇത് വെന്തോ നോക്കാം. അങ്ങനെ 10 minutes കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി ഇത് നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ തേങ്ങ തിരികെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങയിലോട്ട് കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്യണേ. ഒരു കുഞ്ഞുള്ളിയും കൂടെ മതി. കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സിയാമനാണ്. സിയാമൻ്റെ സോനിയസ് ഇതൊക്കെ. അങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇതിലോട്ട് നമ്മൾ ബാക്കി വേവിച്ച് നമ്മുടെ വെള്ളരിക്കയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് ആ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി വന്ന് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മളിതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറു തീയിൽ ഇതൊട്ടൊന്ന്, അതായത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യുന്നത്, നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിം ആയിരിക്കണേ. കുറച്ച് ഇതുപോലെ മോരിതുപോലെ കുറച്ചെടുത്ത് ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. അങ്ങനെ കറക്കിയെടുത്തപ്പോഴാണ് ഇതിനകത്ത് നല്ല നെയ്യ് പൊങ്ങി വന്നായിരുന്നു. അപ്പം എനിക്ക് പൊതുവേ നെയ്യ് ഇഷ്ടമുള്ള ആളാണ്. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ് വെണ്ണ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനാണെങ്കിൽ അമ്മയുടെ ഇത് വാങ്ങി. അപ്പം കുറച്ചേ കിട്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇച്ചിരി തൈരല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ട് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ തന്നെ കഴിച്ചു. കുറച്ചേ കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് വെണ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ എപ്പോഴും കഴിക്കും. നമ്മളിതൊക്കെ മിസ് ചെയ്തിരുന്നതായിരുന്നു. അങ്ങനെ വെണ്ണ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എനിക്കറിയാം.
അങ്ങനെ നമ്മൾ ഇത് മീഡിയമായിട്ട് ഈ നമ്മൾ ചൂടാക്കിയായിരുന്നു, അതിനകത്തോട്ട് ഈ മോര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മോരങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇനി ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതായത് നമ്മൾ മോര് കാച്ചുമ്പോൾ തിളയ്ക്കാൻ പാടില്ലല്ലോ, അതുപോലെ തന്നെ ഒരു മീഡിയം, അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇത് ജസ്റ്റ് ചൂടാവുകയേ ചെയ്യാവൂ. അത് എനിക്കൊന്നൊരു നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു 5 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരാനായിട്ട്. അങ്ങനെ ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ആ പിരിപിരിയാന്ന് വരത്തില്ല, നമുക്ക് ആ ചൂടാവുന്ന ഇതറിയാൻ പറ്റും. അപ്പം ഇതറിയാത്തവരെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ ചൂടായി. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചിടുക, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ നമ്മൾ കുഞ്ഞുള്ളി അരിഞ്ഞതിടുക, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകില്ലേ, ഡ്രൈ ചില്ലി ഇടുക, പിന്നെ നമ്മുടെ എപ്പോഴും ഫ്ലേവർ തരുന്ന നമ്മുടെ കറിവേപ്പില തണ്ടോടുകൂടി അങ്ങ് ഇടാം. അപ്പം കുറച്ച് ഒരു ഫ്ലേവറും നല്ല മണമൊക്കെ കിട്ടും. ജസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതിട്ടിട്ട് അവസാനം ഇട്ടാൽ മതി കറിവേപ്പില. ഇതെല്ലാം കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിത് താളിച്ച് മറ്റേനകത്തോട്ട് ഒഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യൂ, അറിയിക്കൂ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.